നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. ബിഗ് ബോസ് ഈ മത്സരത്തിൽ തുടരാൻ, ഈ ഗെയിം ഷോയിൽ തുടരാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇനി എനിക്ക് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിന്റെ നിയമങ്ങളും ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളും ഒന്നും അനുസരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. എനിക്ക് പോകണം. ഈ മാനസികമായി ഒട്ടും തുടരാൻ പറ്റത്തില്ല. എൻ്റെ മെൻ്റൽ ഫിറ്റ്നസ് എനിക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം. എന്തേ മതിയാക്കിയോ? എല്ലാം ഒരു കോൺസ്റ്റന്റ് സാധനമാണ്, അതിങ്ങനെ പോവും. ഇല്ല 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 ഇല്ല, നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളിയാ. ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇത് കാണുന്ന പ്രേക്ഷകരോട് സോറി, എനിക്കിനി ഇവിടെ തുടരാൻ പറ്റില്ല. ഞാൻ എല്ലാം ഗിവിംഗ് ബാക്ക് എവറിത്തിങ്. ഐ ആം നോട്ട് പാർട്ട് ഓഫ് ബിഗ് ബോസ് എനിമോർ. എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല, തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. സിബിൻ, എന്റെ പൊന്നുനായിട്ട് അവരെ കരയിക്കണം. കൺഫെഷൻ റൂമിലേക്ക് വരൂ. ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. ഒക്കെ മറന്ന് ഏട്ടനെടുത്ത് എന്റെ കൂടെ വരണം. വേണ്ട ശിവ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ വരാൻ പാടില്ലായിരുന്നു. വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ലേ. പറ്റിപ്പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നേ. ഇനി വേണ്ട, ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. സിബിൻ, നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ആവശ്യമുണ്ടോ? അവന്റെ അടുത്ത് വരാൻ പറയണ പെങ്ങളെ ഉണ്ട്. എന്നെ ഇവിടെ നിർത്താൻ ഒരു കാരണം എനിക്ക് കിട്ടുന്നില്ല. അതിന് സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. എനിക്ക് തിരിച്ചു വരണം. ഡോക്ടറിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ നമ്മുടെ അണ്ണൻ തിരിച്ചു വന്നേ. ആക്രാന്തിച്ച് പോകുവാശാനെ. ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവാ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാഴ്ച അടിച്ചു നോക്കാടാ, ജനങ്ങൾ പുറത്താക്കുമ്പോ പോവാം. നിനക്ക് തോന്നുമ്പോ വന്നു കയറാനും തോന്നുമ്പോ ഇറങ്ങിപ്പോകാനുള്ള സ്ഥലമല്ല ഇത്. ജയിക്കണം കേട്ടോ. ഈ ഗോത നിനക്ക് നീ സ്വന്തമാവണമെങ്കിൽ നീ ഇത് ജയിച്ചു തന്നെ നടക്കും. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ. ബൈ. We're